ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പേലിൻ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പേലിൻ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. Extract of nature. Samia's Wedding Arcade, SBT Building, Velakudi, Kunnikod. രേവതി ഫർണിച്ചർ, അഗസ്ത്യക്കോട്, അഞ്ചൽ. ഫോൺ 0475 2273 634. തേക്ക്, ഈട്ടി മുതലായ തടികളിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ മിതമായ വിലയ്ക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ. രേവതി ഫർണിച്ചർ, അഗസ്ത്യക്കോട്, അഞ്ചൽ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ്, ഗുരുക്ഷേത്രത്തിന് സമീപം, അഗസ്ത്യക്കോട്, അഞ്ചൽ. Lush Cosmetic, everything you need for this festival season at ₹3999. Luxury facial, advanced hair spa, pedi spa, waxing, hair cutting and setting. Bridal package worth ₹4,000 free with every booking. Lush Cosmetic, SN College Junction, upstairs 10 Yamaha, Chamandur, Punalur. കൊച്ചറിയ അസോസിയേറ്റ്സ്, പനമ്പറ്റ. കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി ആവണീശ്വരം പനമ്പറ്റ കുരിശടി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഫർണിച്ചർ നിർമ്മാണ വിപണന സ്ഥാപനമാണ് കൊച്ചറിയ അസോസിയേറ്റ്സ്. ഈടും ഉറപ്പുമുള്ള തേക്കിന്റെയും വീട്ടിയുടെയും വുഡൻ ഫർണിച്ചറുകൾ, കുഷ്യൻ ഫർണിച്ചറുകൾ, ഡൈനിങ് ടേബിളുകൾ, കട്ടിലുകൾ, അലമാരകൾ, കൂടാതെ വീടുപണിക്ക് ആവശ്യമായ കട്ടിളകൾ, ജനാലകൾ എന്നിവ അതാത് സൈറ്റുകളിൽ എത്തിച്ചു കൊടുക്കുന്നു. കൊച്ചറിയ അസോസിയേറ്റ്സ്, പനമ്പറ്റ. ഫോൺ 0475 2322 074. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീജേഷ്. പ്രധാന വാർത്തകൾ. തെന്മല ഡാം 66 kV സബ്സ്റ്റേഷനിൽ തീപിടുത്തം, 5 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം, ഒരു ട്രാൻസ്ഫോമർ പൂർണ്ണമായും കത്തിനശിച്ചു. പത്തനാപുരത്ത് KSRTC ബസിൽ മോഷണം, നാടോടി സ്ത്രീയെ യാത്രക്കാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തെന്മല ഡാം 66 kV സബ്സ്റ്റേഷനിൽ തീപിടുത്തം, 5 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. സംഭവത്തിൽ ഒരു ട്രാൻസ്ഫോമർ പൂർണ്ണമായും കത്തിനശിച്ചു. സബ്സ്റ്റേഷന്റെ കോമ്പൗണ്ടിലുള്ള ട്രാൻസ്ഫോമറിലേക്ക് വാനരൻ ചാടിക്കയറിയതാണ് തീപിടുത്തത്തിന് കാരണമായത്. സംഭവത്തിൽ ഒരു ട്രാൻസ്ഫോമർ പൂർണ്ണമായും കത്തിനശിക്കുകയും 11 kV ലൈനുകളും LT ലൈനുകളും തകരുകയും ചെയ്തു. അപകടത്തിൽ ആളപായമില്ല. സബ്സ്റ്റേഷനോട് ചേർന്നുള്ള മതിലിൽ സ്ഥാപിച്ചിട്ടുള്ള മുള്ളുവേലിയിൽ കൂടി വാനരൻ അകത്തു കിടക്കുകയായിരുന്നുവെന്നും ലൈനിൽ കുരുങ്ങി വാനരൻ തൽക്ഷണം കരിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നുവെന്നുമാണ് സബ്സ്റ്റേഷനിലുള്ള ജീവനക്കാരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. സംഭവത്തെ തുടർന്ന് KSEB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുധയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സബ്സ്റ്റേഷനിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഉദ്ദേശം 5 ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് KSEB വൃത്തങ്ങൾ അറിയിക്കുന്നത്. സംഭവത്തോടെ ഈ മേഖലയിൽ വാനരശല്യം അതിരുകടക്കുന്നുവെന്ന ചർച്ചയാണ് ഉയർന്നുവരുന്നത്. ന്യൂസ് ബ്യൂറോ, തെന്മല. തെന്മല ഗ്രാമപഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് MP ഫണ്ടിൽ നിന്നും അനുവദിച്ച ആംബുലൻസ് തിരികെ എത്തിച്ചു. ആംബുലൻസിന്റെ സേവനം പൊതുജനങ്ങൾക്ക് ഉടൻ ലഭ്യമാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. MP 2013-2014 നൽകിയ ആംബുലൻസ്
അന്നത്തെ UDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഡ്രൈവറെ നിയമിക്കാൻ വൈകിയതിന്റെയും ആംബുലൻസിന്റെ മെയിന്റനൻസ് നടത്താൻ തുക കണ്ടെത്താൻ കഴിയാതെയും വന്നതോടെ 1 വർഷക്കാലം ആംബുലൻസിന്റെ സേവനം പൊതുജനങ്ങൾക്ക് ലഭ്യമായിരുന്നില്ല. തുടർന്ന് DMO ആംബുലൻസ് ശബരിമലയിലേക്ക് മാറ്റുകയുമായിരുന്നു. എന്നാൽ LDF നേതൃത്വത്തിൽ വന്ന പുതിയ പഞ്ചായത്ത് ഭരണസമിതി ആംബുലൻസ് തിരികെ പഞ്ചായത്തിൽ എത്തിക്കാൻ തീരുമാനിക്കുകയും നടപടിയെടുക്കുകയുമായിരുന്നുവെന്ന് തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. ലൈലജ പറഞ്ഞു. ഇത്രയും നാളായിട്ട് ആംബുലൻസ് നമുക്ക് തിരിച്ചു കിട്ടാതിരുന്ന സാഹചര്യത്തിൽ DMO ആയിട്ട് ബന്ധപ്പെടുകയും നമ്മൾ ഭരണസമിതി പലതവണ DMOയെ വിളിച്ച് ആംബുലൻസ് തിരികെ തരണം എന്ന് പറയുകയും അവസാനം കിട്ടാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നമ്മൾ വീണ്ടും ഞങ്ങൾ ഭരണസമിതി തീരുമാനമെടുത്ത് DMOയ്ക്ക് കൊടുക്കുകയും അങ്ങനെ നമുക്കിപ്പോൾ ആംബുലൻസ് തിരിച്ച് പഞ്ചായത്തിന് തന്നെ ലഭിച്ചിട്ടുണ്ട്. അപ്പോഴെന്തായാലും നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിലെ സാധാരണക്കാരായ ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സേവനം ലഭിക്കത്തക്ക രീതിയിൽ നമ്മൾ അടുത്ത ഭരണസമിതിയിൽ ആലോചിച്ച് ഡ്രൈവർമാരെ തീരുമാനിച്ചുകൊണ്ട് ആംബുലൻസ് ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഉടൻ ഡ്രൈവറെ നിയമിച്ച് ആംബുലൻസിന്റെ സേവനം പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തെന്മല. പുനലൂരിൽ കഞ്ചാവ് വിൽപ്പന വ്യാപകമാകുമ്പോഴും റെയ്ഡുകൾ ശക്തമാകുന്നില്ല. പോലീസും എക്സൈസും നിഷ്ക്രിയം. കിഴക്കൻ മേഖലയിൽ വൻതോതിൽ കഞ്ചാവ് വിൽപ്പന നടന്നുവരികയാണ്. പുനലൂർ നഗരത്തിലാണ് ഏറ്റവും അധികം കഞ്ചാവ് വിറ്റഴിക്കുന്നത്. TB ജംഗ്ഷൻ, KSRTC മാർക്കറ്റ് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ പൊതികളിലാക്കിയ കഞ്ചാവ് യഥേഷ്ടം ലഭിക്കുന്നുണ്ട്. കുട്ടികളടക്കം കഞ്ചാവ് വൻതോതിൽ ഉപയോഗിക്കുന്നതായാണ് വിലയിരുത്തപ്പെടുന്നത്. സ്കൂൾ പരിസരങ്ങളിലെ ചില കടകളിൽ പോലും കഞ്ചാവ് രഹസ്യമായി വിൽപ്പന നടത്തുന്നു. സ്കൂൾ സമയങ്ങളിൽ ക്ലാസ്സിൽ കയറാതെ കറങ്ങി നടക്കുന്ന കുട്ടികളെ TB ജംഗ്ഷനിൽ മിക്കപ്പോഴും കാണാൻ കഴിയും. 50 രൂപ മുതൽ 100 രൂപ വരെയാണ് പൊതികളിലാക്കിയ കഞ്ചാവിന് കുട്ടികളിൽ നിന്ന് വില ഈടാക്കുന്നത്. കഴിഞ്ഞ 2 മാസം മുമ്പ് വരെ പോലീസും എക്സൈസും കഞ്ചാവ് മാഫിയയ്ക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ റെയ്ഡുകൾ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ അവസരം പരമാവധി മുതലാക്കുകയാണ് കഞ്ചാവ് ലോബി. ഹോൾസെയിൽ കച്ചവടക്കാരിൽ നിന്ന് കഞ്ചാവ് വാങ്ങി വിൽപ്പന നടത്തുന്നവർ മാത്രമാണ് പിടിയിലായിട്ടുള്ളത്. എത്രയും വേഗം കഞ്ചാവ് വിൽപ്പനക്കാർക്കെതിരെ റെയ്ഡുകൾ സംഘടിപ്പിക്കണമെന്നാണ് ആവശ്യമുയർന്നിട്ടുള്ളത്. ലൈവ് വാർത്ത, പുനലൂർ. പുനലൂർ നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണി പൂർത്തീകരിച്ച നെല്ലിപ്പള്ളി ഗവൺമെന്റ് LP സ്കൂളിലെ ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തു. പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഏതൊരു സ്വകാര്യ സ്കൂളിനെയും വെല്ലുന്ന നിലയിൽ നമ്മുടെ സ്കൂളുകളെ മാറ്റി തീർക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ടുകളാണ് ഇപ്പോൾ ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. നഗരസഭ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ജ്യോതിർഗമയ എന്ന ഒരു പദ്ധതി തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പുനലൂർ മുനിസിപ്പൽ മേഖലയിലെ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തെ മെച്ചപ്പെടുത്താൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് DO ഓഫീസ് കൂടി ഇവിടുന്ന് മാറുന്ന ഒരു ഘട്ടം വരുമ്പോഴേക്കും ഈ സ്കൂളിന് ആവശ്യത്തിലധികം സൗകര്യങ്ങളുള്ള ഒരു സ്കൂളായിട്ട് മാറും. അപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള ഈ സ്കൂളിലെ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നല്ല നല്ല നിലയിൽ പഠിച്ച് വളർന്നു വരാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ആരൊരുക്കും? മുനിസിപ്പാലിറ്റിയും സർക്കാരും ഒരുക്കും. വാർഡ് കൌൺസിലർ സബീന കബീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് S. നസീമ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V. ഓമനക്കുട്ടൻ, LDF പാർലമെന്ററി പാർട്ടി നേതാവ് അബ്ദുൾ ലത്തീഫ്, നഗരസഭാ കൌൺസിലർ ഗ്രേസി ജോൺ, PTA പ്രസിഡന്റ് V. സജി, KN സബീന, V. ബിന്ദു, A. ബിനി, E. ലത, T. അജിതകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത, പുനലൂർ. KSRTC യാത്രക്കാരുടെ പണം അപഹരിക്കാനുള്ള ശ്രമത്തിനിടെ നാടോടി സ്ത്രീയെ യാത്രക്കാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. പിടിയിലായത് തമിഴ്നാട് സേലം സ്വദേശിനി. തിരക്കേറിയ ബസ്സുകളിലും കവലകളിലും സ്ത്രീകളുടെ ബാഗിൽ നിന്നും പണം മോഷ്ടിക്കുന്ന തമിഴ്നാട് സേലം സ്വദേശിനിയായ രേണുകയാണ് പിടിയിലായത്. പിടികൂടുമ്പോൾ മദ്യലഹരിയിലായിരുന്ന സ്ത്രീ ശരീരഭാഗങ്ങളിൽ മുറിവുണ്ടാക്കി രക്തം വരുത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമവും നടത്തിയിരുന്നു. പോലീസ് നടത്തിയ ദേഹപരിശോധനയിൽ ശരീരഭാഗങ്ങളിൽ മുറിവുണ്ടാക്കാൻ ഉപയോഗിച്ച കുപ്പിച്ചില്ലുകൾ കണ്ടെടുത്തു. പത്തനാപുരം, പുനലൂർ, കൊട്ടാരക്കര മേഖലകളിലായി തമ്പടിച്ചിട്ടുള്ള നാടോടികൾ പല സംഘങ്ങളായാണ് മേഖലയുടെ വിവിധ സ്ഥലങ്ങളിൽ കവർച്ചയ്ക്കെത്തുന്നത്. ഒരു തവണ മോഷണം നടത്തിയവർ മിനിറ്റുകൾക്കകം വസ്ത്രങ്ങൾ മാറി ആൾമാറാട്ടം നടത്തുകയാണ് ഇവരുടെ രീതി. സ്ത്രീകളും കുട്ടികളുമാണ് ഇവരുടെ പ്രധാന ഇരകൾ. കുട്ടികളും മറ്റും അടങ്ങുന്ന കവർച്ചാ സംഘത്തെ പിടികൂടുമ്പോൾ ഇവരെ പാർപ്പിക്കാനും മറ്റുമുള്ള ബുദ്ധിമുട്ട് കാരണം കേസെടുക്കാതെ തിരിച്ചുവിടുകയാണ് പതിവ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വാറന്റി ഉള്ളത് വാങ്ങിയിരുന്നെങ്കിൽ. മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ്, S9 മോട്ടോഴ്സ്, നിയർ SPT അഞ്ചൽ. ഏത് ബ്രാൻഡ് യൂസ്ഡ് കാറുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നു.
നിങ്ങളുടെ യൂസ്ഡ് കാറുകൾക്ക് ഏറ്റവും മികച്ച മൂല്യത്തോടെ ഇവിടെ വിൽക്കുവാൻ സാധിക്കുന്നു. SBI, HDFC, മഹീന്ദ്ര, ശ്രീറാം തുടങ്ങിയ കമ്പനികളുടെ ഫിനാൻസ് സൗകര്യം. മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ്, S9 മോട്ടോഴ്സ് നിയർ SBT അഞ്ചൽ. ഇടിമണിക്കൽ ജ്വല്ലറി അവതരിപ്പിക്കുന്നു 60 ദിവസത്തെ ആനിവേഴ്സറി ഓഫർ. നറുക്കെടുപ്പില്ല, ഭാഗ്യ പരീക്ഷണമില്ല, എല്ലാ പർച്ചേസിനും സമ്മാനം. 4 ഗ്രാം സ്വർണം വാങ്ങുമ്പോൾ ഒരു അയൺ ബോക്സ് സമ്മാനം. 1 പവനൊപ്പം സീലിംഗ് ഫാനോ റൈസ് കുക്കറോ പ്രഷർ കുക്കറോ സമ്മാനമായി സ്വന്തമാക്കാം. 50 പവൻ വാങ്ങുമ്പോൾ മെഗാ സമ്മാനമായ ഒരു ഹീറോ ബൈക്ക് തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. ഈ ഓഫർ ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ മാത്രം. ഏവർക്കും സ്വാഗതം. ഇടിമണിക്കൽ ജ്വല്ലറി, പുനലൂർ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. കേരള ഫുട്വെയർ, ചെമ്മന്തൂർ, പുനലൂർ. മേൽത്തരം കമ്പനികളായ ബാറ്റ, VKC, പാരഗൺ, വുഡ്ലാൻഡ്, ആക്ഷൻ, ഒഡീസിയ തുടങ്ങിയ കമ്പനികളുടെ പാദരക്ഷകളും ഫാൻസി ചെരുപ്പുകളും ലഭ്യമാണ്. ഫോൺ 9495969492. വസ്ത്രവിപണന രംഗത്ത് ചിത്രാസ് കളക്ഷൻസ് നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു അമ്പരപ്പിക്കുന്ന വിലക്കുറവിൽ 3 നിലകളിലായി. വിവിധ വർണ്ണങ്ങളിലും ഡിസൈനുകളിലുമുള്ള വൈവിധ്യമാർന്ന തുണിത്തരങ്ങൾ, കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന തുണിത്തരങ്ങൾ. ചിത്രാസ് കളക്ഷൻസ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മെയിൻ റോഡ്, പുനലൂർ. ഫോൺ 9447019569 0475224246. ആൻസി കാറ്ററിംഗ് സർവീസ്, മഞ്ഞവൻകര, പുനലൂർ. സദ്യ, ബിരിയാണി, ഫ്രൈഡ് റൈസ് തുടങ്ങി എല്ലാവിധ കാറ്ററിംഗ് സർവീസുകളും ഉത്തരവാദിത്വത്തോടെ ചെയ്ത് നൽകപ്പെടുന്നു. കൂടാതെ വിവാഹ സംബന്ധമായ മേശ, കസേര, പന്തൽ വർക്കുകൾ, അലങ്കാരങ്ങൾ എന്നിവയും ആൻസി കാറ്ററിംഗ് സർവീസിൽ നിന്നും ഉത്തരവാദിത്വത്തോടെ ചെയ്ത് നൽകപ്പെടുന്നു. ആൻസി കാറ്ററിംഗ് സർവീസ്, മഞ്ഞവൻകാല, പുനലൂർ. ഫോൺ 9388709485. അനധികൃതമായി കച്ച് കയറ്റി വന്ന 7 ലോറികൾ പുനലൂർ പോലീസ് പിടിച്ചെടുത്തു. തിങ്കളാഴ്ച രാത്രിയാണ് പോലീസ് കച്ച് ലോറികൾ പിടികൂടിയത്. നിയമം ലംഘിച്ച് അമിതമായി കച്ച് കയറ്റിയ ലോറിയാണ് പോലീസ് പിടികൂടിയത്. പിടികൂടിയ ലോറികൾ ചെമ്മന്തൂരിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഗ്രൌണ്ടിലാണ് പിടിച്ചിട്ടത്. ഇതുമൂലം ചൊവ്വാഴ്ച നടക്കേണ്ടിയിരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് ഇവിടെ നടത്താൻ കഴിഞ്ഞില്ല. തമിഴ്നാട്ടിൽ നിന്ന് അമിതമായി കച്ച് കയറ്റി വരുന്ന ലോറികൾ വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. മിക്ക ദിവസങ്ങളിലും ഇത്തരത്തിൽ ഭീഷണി മുഴക്കി ലോറികൾ പോകുന്ന കാഴ്ചകൾ കിഴക്കൻ മേഖലയിൽ ദൃശ്യമാണ്. ഇത് പലപ്പോഴും ഗതാഗത സ്തംഭനങ്ങൾക്കും ഇടയാക്കുന്നു. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. ലൈവ് വാർത്ത, പുനലൂർ. കരവാളൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർധന കുടുംബങ്ങൾക്ക് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു. 16 വാർഡുകളിലെയും ഓരോ കുടുംബങ്ങൾക്കാണ് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തത്. പിറയ്ക്കൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പാസ്റ്റർ സാമച്ചന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു ഉദ്ഘാടനം ചെയ്തു. ദൈവികമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് അവർക്ക് ജീവിക്കുന്നതിന് താങ്ങും തണലുമായി എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ജീവകാരുണ്യപരമായിട്ടുള്ള പ്രവർത്തനമാണ്. ഏറ്റവും വലിയ സാമൂഹ്യപരമായിട്ടുള്ള ഒരു ജോലി ഏറ്റെടുക്കലാണ്. അതിലെല്ലാം ഉപരി ഞാൻ കണക്കാക്കുന്നത് അത് തന്നെയാണ് ഏറ്റവും വലിയ ദൈവീകമായിട്ടുള്ള ശുശ്രൂഷ. ചിലപ്പോൾ എൻ്റെ ആ ഭാഷയോട് ആമത്തെ ഭാഷ യോജിക്കുന്നില്ലായിരിക്കും. അത് അവരവരുടെ വിശ്വാസത്തിൻ്റെയൊക്കെ അടിസ്ഥാനം. ഞാൻ പറയുന്നു, ഇവിടെ ഏറ്റെടുത്തിട്ടുള്ള നിരവധിയായിട്ടുള്ള ആത്മീയ അല്ലെങ്കിൽ ദൈവിക ശുശ്രൂഷകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് 14 അല്ലെങ്കിൽ 16 കുടുംബങ്ങൾക്ക് അവർക്കൊരു ജീവനോപാധി. അവരുടെ കയ്യിൽ പൈസ കൊടുക്കുന്നത് കാര്യമില്ല. ചടങ്ങിൽ തയ്യൽ മെഷീനുകളുടെ വിതരണവും മന്ത്രി നിർവഹിച്ചു.
വാർഡിൽ ചിഹ്നം ചിന്തമ്മ. 6-ാം വാർഡ് നിലമ്പത്ത് മഞ്ജു ശങ്കർ ഭവൻ. 8-ാം വാർഡ് നീലാമാൾ ഇന്ദിര. പുതുതായി വൃദ്ധസദനം ആരംഭിക്കാനും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന് പദ്ധതിയുണ്ട്. ചടങ്ങിൽ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രാജൻ, സെക്രട്ടറി സൈമൺ ജോർജ്, വൈസ് പ്രസിഡന്റ് ജയലക്ഷ്മി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആശ്രാമത്ത് ഗോപാലകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ബി സരോജാദേവി, കെ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയൻ CIQ ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. പുനലൂർ അടുക്കളമൂല CK ഉമ്മൻ സ്മാരക ഹാളിൽ നടന്ന സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ജോർജ് മാത്യുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ AS കറിയ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. ചടങ്ങിൽ KC മോഹനൻ സ്വാഗതം പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S ജയമോഹൻ മുഖ്യപ്രഭാഷണം നടത്തി. പണിയെടുക്കുന്ന അവർ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ജാതിയുടെയോ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് പണിയെടുക്കുന്ന മുഴുവൻ ആളുകളും ഒരുമിച്ച് പണിയെടുക്കുന്നവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഒരു പോരാട്ടത്തിൽ ഏർപ്പെട്ടാലുള്ള ഒരു സ്ഥിതി ആലോചിച്ചു പോകും. പക്ഷെ പണിയെടുക്കുന്നവനോട് കടുത്ത അനീതി കാട്ടുമ്പോൾ ആ അനീതിക്ക് വിധേയമാകുന്ന ആളുകളെ ഒരുമിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ദൗർബല്യം. ഒരുമിക്കാതിരിക്കണം എന്നുള്ളതാണ് ഈ പണിയെടുക്കുന്നവന്റെ നിങ്ങൾക്ക് കടന്നാക്രമണം നടത്തുന്ന ഭരണവർഗം ചിന്തിക്കുന്നതാണ്. CPM ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിൽ ഒരു പ്രത്യേക 55-60 വയസ്സുള്ള ജോലി, അത് കഴിഞ്ഞ ഒരു പെൻഷൻ, ESI ആനുകൂല്യം, അങ്ങനെ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലത്തിന് പകരം ഹയർ ആൻഡ് ഫെയർ എന്ന് 90കളിൽ ഗ്ലോബലൈസേഷന്റെ പോളിസി വരുന്ന സമയത്ത് അന്നത്തെ CIQ നേതാക്കന്മാർ പറഞ്ഞത് വിശ്വസിക്കാത്ത ആളുകൾ പോലും മനസ്സിലാക്കുന്നു. നാളെ എനിക്ക് ജോലി ഉണ്ടാവുമെന്ന് യാതൊരു ഉറപ്പുമില്ല, ജോലി ഇല്ലെങ്കിൽ ഒരു ആനുകൂല്യമില്ല, ജീവിതം നട്ടപ്രാണെ അവസാനിക്കുന്ന തരത്തിലേക്ക് പുതിയ തരത്തിലുള്ള എംപ്ലോയ്മെന്റിന്റെ പുതിയ തരത്തിലുള്ള ചലനം വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ 80കളിലോ 70കളിലോ CIQ ഉണ്ടായ 70കളിൽ അല്ലെ 80കളിലോ CIQ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊന്നും വേണ്ട എന്ന് പറയുന്നതിന് പകരം ഇന്നിപ്പോ ഏറ്റവും 1 ലക്ഷം രൂപയോ 50,000 രൂപയോ 60,000 രൂപ ശമ്പളം കിട്ടുന്ന ജീവനക്കാർ പോലും ഞങ്ങൾക്ക് ട്രേഡ് യൂണിയൻ വേണം, മിനിമം അവകാശങ്ങൾ, ശമ്പളത്തിന്റെ സ്ഥിരത, ആനുകൂല്യങ്ങൾ, മിനിമം ശമ്പളം തുടങ്ങിയ കാര്യങ്ങൾ വേണം. ഇത് ബാങ്കിന്റെ മേഖലയൊക്കെ ഞാൻ പറയുന്നതുകൊണ്ട് അകല്യ കോടിയിൽ പെട്ടിരിക്കുന്ന സാധാരണക്കാരായ ആളുകളുടെ കാര്യം നമ്മൾ മറന്നിട്ടല്ല പറയുന്നത്. ഇവിടുത്തെ പല മേഖലകളിൽ 4,000 രൂപ 3,000 രൂപ ഒരു ശമ്പളം കിട്ടാത്ത ആശുപത്രികൾ, 2,000 രൂപ 3,000 കിട്ടുന്ന സ്കൂളുകൾ, വലിയ പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്നത് 10,000 രൂപ പോലും കിട്ടാത്ത ശാസ്ത്രീയ കോളേജുകൾ, ഇങ്ങനെ കോളേജുകളും സ്കൂളുകളും പുതിയ തൊഴിൽ മേഖലകളെല്ലാം വരിക. ഇതൊക്കെ പഴയതിനേക്കാളും ചെലവ് കൂടിയതാണ്. വിദ്യാർത്ഥി ആയിക്കണമെങ്കിൽ 3,000 രൂപ 2,000 രൂപയാണ് ഒരു കുട്ടിക്ക്. ഇപ്പോ ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ അഡ്മിഷൻ കൂടി. എന്താ ഇടയ്ക്ക് റബ്ബറിന്റെ വിലയിടുന്നു വന്നപ്പോ നിങ്ങളുടെ മേഖല റബ്ബറാണ് പ്രധാനമായും, പ്ലാന്റേഷൻ മേഖലയിൽ ഇവിടെ തേയില അത്രയില്ല. പ്ലാന്റേഷൻ മേഖലയിലെ ജീവനക്കാർ അനുഭവിക്കുന്ന പ്രശ്നമാണ്. പെട്ടെന്ന് വരുമാനത്തിൽ കുറവ് വന്നു. ചെറുകിട കൃഷിക്കാർ അനുഭവിക്കുന്നുണ്ട്. മുതലാളിമാർക്ക് പ്രോത്സാഹനം നൽകുന്ന നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളതെന്ന് KN ബാലഗോപാൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വർഗീയതയും ജാതീയതയും പറഞ്ഞ നരേന്ദ്രമോദി സർക്കാർ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ, യൂണിയൻ ജില്ലാ സെക്രട്ടറി P അജയൻ, R സുഗതൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിയൻ ജില്ലാ പ്രസിഡന്റായി ജോർജ് മാത്യുവിനെയും സെക്രട്ടറിയായി അജയനെയും യോഗം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അനുയോജ്യമായ ഫാൻസ് ജ്വല്ലറി ഉൽപ്പന്നങ്ങളുടെ നക്ഷത്ര തിളക്കത്തിനും മാച്ചിംഗ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് കൂടുതൽ നിറച്ചാർത്ത് സമ്മാനിച്ച് വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്.
ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. മനസ്സു നിറയെ വർണ്ണമാ മിഴിയിലൊഴുകും കനവാ പട്ടണിഞ്ഞൊരു പെൺകൊടി പൗർണമിരാവിൻ സുന്ദരി മധുവാ. Zodiac Silks and Sarees, opposite Town Juma Masjid, പത്തനാപുരം. അലീന കൺസ്ട്രക്ഷൻസ്, ഇളമ്പൽ, നെല്ലിപ്പള്ളി ആൻഡ് കൊട്ടാരക്കര. വാസ്തുശാസ്ത്ര പ്രകാരമുള്ള കെട്ടിട നിർമ്മാണങ്ങൾക്കും പ്ലാൻ, എസ്റ്റിമേറ്റ്, സൂപ്പർവിഷൻ തുടങ്ങി എല്ലാവിധ കെട്ടിട നിർമ്മാണ സംബന്ധമായ സേവനങ്ങൾക്കും അലീന കൺസ്ട്രക്ഷൻസ്, നെല്ലിപ്പള്ളി, ഇളമ്പൽ ആൻഡ് കൊട്ടാരക്കര. ഫോൺ 9496004565. ഞങ്ങളുടെ സഹോദര സ്ഥാപനം അലീന ട്രേഡേഴ്സ്, നെല്ലിപ്പള്ളി. എല്ലാവിധ പ്ലംബിംഗ്, ഇലക്ട്രിക്കൽസ്, ഹാർഡ്വെയർ ഐറ്റംസും മിതമായ നിരക്കിൽ ലഭ്യമാണ്. പോൾസൺ ഫർണിച്ചർ. തടിയിൽ നിർമ്മിച്ചെടുത്ത് ശില്പചാരുതയുടെ നിറകുടമായ പോൾസൺ ഫർണിച്ചർ അണിയിച്ചൊരുക്കുന്ന നയനവിസ്മയത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ നൽകുന്ന പണത്തിന് തക്ക ഈടും ഉറപ്പും ബലവും ഭംഗിയുള്ള ഫർണിച്ചറുകൾക്ക് ഞങ്ങളുടെ നവീകരിച്ച ഷോറൂം സന്ദർശിക്കുക. യഥാർത്ഥ ഫർണിച്ചർ യഥാർത്ഥ വിലയ്ക്ക്. പോൾസൺ ഫർണിച്ചർ, പുനലൂർ. ഫോൺ 0475225695. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ കഴിഞ്ഞ 32 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ദേവി ഇലക്ട്രിക്കൽ ഏജൻസീസിന്റെ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് ഡിവിഷന്റെ നവീകരിച്ച ഷോറൂം. 25,000 സ്ക്വയർ ഫീറ്റിൽ വിസ്തൃതമായ ടൈൽസ്, ഗ്രാനൈറ്റ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് ഐറ്റംസ് എന്നിവയുടെ ഡിസ്പ്ലേ. ദേവി ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, പെട്രോൾ പമ്പിന് എതിർവശം, MC റോഡ്, ഏനാട്. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. നിലമ്പൂർ തേക്കിൽ തീർത്ത അലമാരകൾക്കായി പ്രത്യേക ഷോറൂം ഒരുക്കിയിരിക്കുന്നു. തേക്കിൽ നിർമ്മിച്ച സെറ്റ്, ദിവാൻ കോട്ട്, സ്റ്റീൽ അലമാര, കട്ടിൽ, TV സ്റ്റാൻഡ്, കിച്ചൺ സ്റ്റാൻഡ്, സാരി സ്റ്റാൻഡ്, ടീപ്പോ, 2 കസേരകൾ, 2 തലയിണകൾ എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ഇപ്പോൾ വെറും 40,000 രൂപയ്ക്ക്. ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. JS ഫാഷൻ ജ്വല്ലേഴ്സ്, SBT ബാങ്കിന് സമീപം, അഞ്ചൽ. 916 വിലയ്ക്ക് BS ഹോൾമാർക്ക് സ്വർണം ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം JS ഫാഷൻ ജ്വല്ലേഴ്സ്, അഞ്ചൽ. ഫോൺ 9847999874. ഞങ്ങളുടെ സഹോദര സ്ഥാപനം JS വെഡിംഗ് പാലസ്, അഞ്ചൽ. ഒറിജിനൽ പട്ടുസാരികൾ, കേരള സാരികൾ, ലാച്ചുകൾ, ചുരിദാറുകൾ, മേൽത്തരം കമ്പനികളുടെ ഷർട്ടുകൾ, മുണ്ടുകൾ, കിഡ്സ് വെയർ, എല്ലാത്തരം വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. JS വെഡിംഗ് പാലസ്, അഞ്ചൽ. KSU ആഹ്വാനം ചെയ്ത വിദ്യാഭ്യാസ ബന്ദ് അഞ്ചലിൽ സമാധാനപരം. കോളേജിലും സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും KSU പ്രവർത്തകർ പഠിപ്പ് മുടക്കി. വിദ്യാഭ്യാസ ബന്ദിനെ തുടർന്ന് KSU വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധികൾ അഞ്ചലിൽ സജീവമായി. CBSE സ്കൂളുകൾ അടക്കമുള്ള വിദ്യാലയങ്ങളിൽ ക്ലാസുകൾ നടത്താൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാലയങ്ങളിലെ സ്കൂൾ ബസ്സുകൾ കവാടങ്ങളിൽ തടഞ്ഞിട്ടു. വിദ്യാർത്ഥി സമരങ്ങൾക്കെതിരെ കോടതി വിധി സമ്പാദിച്ചിട്ടുണ്ട് എന്നും ക്ലാസ് നടത്തുമെന്നും കാട്ടി സ്കൂൾ മാനേജ്മെന്റും രംഗത്തെത്തി. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയും യൂണിയൻ പ്രതിനിധികളുമായും മാനേജ്മെന്റുമായും നടത്തിയ ചർച്ചയിൽ വിദ്യാർത്ഥി നേതാക്കൾ വാഹനങ്ങൾ കടന്നുപോകാനും ക്ലാസുകൾ നടത്താനും അനുവദിച്ച് പിരിഞ്ഞുപോയി. അഞ്ചലിൽ പൊതുവെ സമരം സമാധാനപരമായിരുന്നു. സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്ലാസുകൾ നടന്നില്ല. സെന്റ് ജോൺസ് കോളേജിലും പഠിപ്പ് മുടക്കി. എന്നാൽ അഞ്ചൽ ഈസ്റ്റ്, വെസ്റ്റ് സ്കൂളുകളിലും CBSE സ്കൂളുകളിലും പതിവ് പോലെ ക്ലാസുകൾ നടന്നു.
ന്യൂസ് ബ്യൂറോ അഞ്ചൽ. ഇനി സ്വർണം വെള്ളി നിരക്ക്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെന്മല ഡാം 66 kV സബ്സ്റ്റേഷനിൽ തീപിടുത്തം. 5 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം. ഒരു ട്രാൻസ്ഫോമർ പൂർണ്ണമായും കത്തിനശിച്ചു. പത്തനാപുരത്ത് KSRTC ബസിൽ മോഷണം. നാടോടി സ്ത്രീയെ യാത്രക്കാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയൻ CHU ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.